Hello friends, welcome to my channel. Today we are going to discuss a poem Mother to Son by Langston Hughes. Langston Hughes was an American poet, social activist, novelist, playwright and columnist from Missouri, born on February 1st, 1902. One of the innovators of jazz poetry, Hughes was best known as a leader of the Harlem Renaissance, which was the African American artistic movement in the 1920s that celebrated black life and culture. അപ്പോൾ ലാങ്സ്റ്റൺ ഹ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹി വാസ് എൻ ഒരു അമേരിക്കൻ പോയറ്റാണ്. സോഷ്യൽ ആക്ടിവിസ്റ്റ്, നോവലിസ്റ്റ്, പ്ലേ റൈറ്റ്, കോളം റൈറ്റർ ഒക്കെ ആയിരുന്നു അദ്ദേഹം. ഹി വാസ് ബോൺ ഇൻ മിസോറി ഓൺ ഫെബ്രുവരി 1st, 1902. 1902 മിസോറിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ജാസ് പോയട്രിയുടെ ഒരു ഇന്നോവേറ്റേഴ്സായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ലാങ്സ്റ്റൺ ഹ്യൂസ് ഒരു ബ്ലാക്ക് റൈറ്റർ ആയതുകൊണ്ട് തന്നെ ജാസ് പോയട്രി എന്ന് പറയുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റിയും അവരുടെ കൾച്ചറൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അത്തരം അവരുടെ ഐഡൻറ്റിറ്റി സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള അവരുടെ ഒരു റിതമാണ് ജാസ് പോയട്രി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നോവേറ്ററായിട്ട് നമുക്ക് ലാങ്സ്റ്റൺ ഹ്യൂസിനെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഹ്യൂസ് ഇസ് ബെസ്റ്റ് നോൺ ആസ് എ ലീഡർ ഓഫ് ദ ഹാർലം റിനൈസൻസ് വിച്ച് വാസ് ദ ആഫ്രിക്കൻ അമേരിക്കൻ ആർട്ടിസ്റ്റിക് മൂവ്മെൻറ്റ് ഇൻ ദ 1920s. അദ്ദേഹം ഹാർലം റിനൈസൻസിൻ്റെ ഒരു ലീഡറായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഹാർലം റിനൈസൻസ് വാസ് എൻ ആഫ്രിക്കൻ അമേരിക്കൻ ആർട്ടിസ്റ്റിക് മൂവ്മെൻറ്റ്, ഒരു ആഫ്രോ അമേരിക്കൻ ആർട്ടിസ്റ്റിക് മൂവ്മെൻറ്റാണ്. 1920കളിലുള്ള ആഫ്രിക്കൻ അമേരിക്കൻ ആർട്ടിസ്റ്റിക് മൂവ്മെൻറ്റാണിത്. ഈ ഒരു ഹാർലം റിനൈസൻസ് മൂവ്മെൻറ്റിൽ കറുത്ത വർഗ്ഗക്കാരുടെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ കൾച്ചറൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മൊമെൻ്റായിരുന്നു ഹാർലം റിനൈസൻസ്. അപ്പോൾ ഹാർലം റിനൈസൻസിൻ്റെ ഒരു മുൻനിര ലീഡറായിട്ട് ലാങ്സ്റ്റൺ ഹ്യൂസിനെ നമ്മൾ കാണുന്നുണ്ട്. A major poet, Hughes was also wrote novels, short stories, essays and plays. നമ്മൾ ലാങ്സ്റ്റൺ ഹ്യൂസ് ഒരു പോയറ്റ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം നോവൽസ് എഴുതാറുണ്ട്, ഷോർട്ട് സ്റ്റോറീസ് എഴുതാറുണ്ട്, എസ്സേസ് എഴുതാറുണ്ട്, അതേപോലെ തന്നെ പ്ലേസും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹി ഹോണസ്റ്റ്ലി പോർട്രേ ദ ജോയ്സ് ആൻഡ് ഹാർഡ്ഷിപ്സ് ഓഫ് വർക്കിംഗ് ക്ലാസ് ബ്ലാക്ക് ലീവ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹി വാസ് എൻ ആഫ്രോ അമേരിക്കൻ റൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷങ്ങളും അവരുടെ ഡിഫിക്കൽട്ടീസും ഹാർഡ്ഷിപ്സ് എല്ലാം ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ വർക്കുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഹി മെയ്ഡ് ദ ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസ് ദ സബ്ജക്റ്റ് ഓഫ് ഹിസ് റൈറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ടോട്ടൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ സീ എ ക്ലിയർ ഐഡിയ ഓർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസ്, ആഫ്രോ അമേരിക്കൻസിൻ്റെ എക്സ്പീരിയൻസും അവരുടെ ലൈഫും അവരുടെ സോറോസും അതേപോലെ തന്നെ അവരുടെ ജോയ്സും ഹാർഡ്ഷിപ്സും ഒക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ലാങ്സ്റ്റൺ ഹ്യൂസ് പബ്ലിഷ് ഹിസ് ഫസ്റ്റ് പോയം ഇൻ 1921. 1921 അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കവിത പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. വൺ ഓഫ് ഹിസ് ടീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ഹിം ടു ദ പോയട്രി ഓഫ് കാൾ സാൻഡ്ബർഗ് ആൻഡ് വോൾട്ട് വിറ്റ്മാൻ, ബോത്ത് ഓഫ് ഹും ഹ്യൂസ് വുഡ് ലേറ്റർ സൈറ്റ് ആസ് പ്രൈമറി ഇൻഫ്ലുവൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചറാണ് അദ്ദേഹത്തിനെ കോൾ സാൻഡ്ബർഗിൻ്റെയും അതേപോലെ തന്നെ വോൾട്ട് വിറ്റ്മാൻ്റെയൊക്കെ കവിതകൾ അവരുടെ എഴുത്തുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വർക്കുകൾ ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് കരിയറിൽ അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാൻ ഒരു അമേരിക്കൻ ഡ്രീമൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വോൾട്ട് വിറ്റ്മാൻ്റെ വർക്കുകളൊക്കെ ഒരു അമേരിക്കൻ ഡ്രീം റിഫ്ലക്റ്റ് ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ ആ ഒരു അമേരിക്കൻ ഡ്രീം കൺസെപ്റ്റ് നമുക്ക് ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ വർക്കുകളിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഹ്യൂസ് പോയം ദ നിഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ് വാസ് പബ്ലിഷ് ഇൻ ദ ക്രൈസിസ് മാഗസിൻ ആൻഡ് വാസ് ഹൈലി പ്രൈസ്ഡ്. അപ്പോൾ ഹ്യൂസിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു കവിതയാണ് ദ നിഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ്. ഈ ഒരു കവിത ദ ക്രൈസിസ് എന്ന് പറഞ്ഞ മാഗസീനിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അത് ഒരു ഹൈലി പ്രൈസ്ഡ് വർക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ നിഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ് എന്ന് പറയുന്ന പോം. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ടു വിച്ച് ഹി വാസ് സബ്ജക്റ്റഡ് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് മെയ്ഡ് ഹിം എ പോയറ്റ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ഹിസ് റേസ് ഇൻ അമേരിക്ക. അപ്പോൾ
നമ്മൾ പറഞ്ഞു ഒരു അഫ്രോ അമേരിക്കൻ റൈറ്ററാണ്, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ, ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ അദ്ദേഹം ചൈൽഡ്ഹുഡ് മുതൽ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം അനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇത്തരം ഇഷ്യൂസ്, ഇത്തരം സോഷ്യൽ ഇഷ്യൂസും അതേപോലെ തന്നെ അമേരിക്കയിൽ നിലനിന്നിരുന്ന റേസിസം പോലുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനും ഈ ഒരു റേഷ്യൽ സോഷ്യൽ ഇഷ്യൂസൊക്കെ ആണ് അദ്ദേഹത്തിനെ ഒരു നല്ല പോയറ്റായിട്ട്, ഒരു നല്ല അഫ്രോ അമേരിക്കൻ റൈറ്ററായിട്ട്, ഒരു പോയറ്റായിട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മോൾഡ് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം ഇത്തരം ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. His writings primarily aim at creating positive images of black life and identity, one of the overt objectives of Harlem Renaissance. നമ്മൾ ഹാർലം റിനൈസൻസിൻ്റെ ഒരു ലീഡറാണ് ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാർലം റിനൈസൻസിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, ഒരു മോട്ടോ എന്ന് പറയുന്നത് തന്നെ ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ഇമേജസ് ഓഫ് ബ്ലാക്ക് ലൈഫ് ആൻഡ് ഐഡൻറ്റിറ്റി. ബ്ലാക്ക് ലൈഫിനും അതേപോലെ തന്നെ ബ്ലാക്ക് ഐഡൻറ്റിറ്റിക്കും എന്ത് കൊടുക്കുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഹാർലം റിനൈസൻസ് എന്ന് പറയുന്ന 1920കളിലുള്ള ആ ഒരു മൊമെൻറ്റിന് ഉണ്ടായിരുന്നത്. അതായത് ആഫ്രിക്കൻ ഐഡൻറ്റിറ്റീനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ഉദ്ദേശം. His first collection, The Very Blues, contained his most famous poem, The Negro Speaks of Rivers, which he wrote while crossing the Mississippi River to meet his dying father. നമ്മൾ പറഞ്ഞു ദ നിഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ് എന്ന് പറയുന്ന ഒരു വർക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വർക്കാണ്, ഒരു പോമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കളക്ഷൻ ആയിട്ടുള്ള ദ വെരി ബ്ലൂസ് എന്ന് പറയുന്ന 1926 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പോയട്രി കളക്ഷനിലാണ് ഈ ഒരു കവിത ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കവിതയിൽ പറയുന്ന ഒരു തീമാണ് ഇവിടെ പറയുന്നത്. ഹി റോട്ട് ദിസ് പോയം വൈൽ ക്രോസിംഗ് ദ മിസിസിപ്പി റിവർ ടു മീറ്റ് ഹിസ് ഡൈങ് ഫാദർ. അതായത് അദ്ദേഹം മിസിസിപ്പി റിവർ ക്രോസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ മീറ്റ് ചെയ്യുന്ന ഒരു തോട്ടാണ് ഈ ഒരു ദ നിഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ് എന്ന് പറയുന്ന കവിതയിൽ ഉള്ളത്. അപ്പോൾ ഈ റിവർ എന്നൊക്കെ പറയുന്നത് ആഫ്രിക്കൻ റൈറ്റേഴ്സിൻ്റെ ഒരു വലിയൊരു ഇമേജറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആഫ്രിക്കൻ റൈറ്റേഴ്സിൻ്റെ, ആഫ്രോ അമേരിക്കൻ അല്ലെങ്കിൽ ബ്ലാക്ക് റൈറ്റേഴ്സിൻ്റെയൊക്കെ വർക്കുകളിലൊക്കെ റിവർ എന്ന് പറയുന്നത് ഒരു വലിയ സിമ്പലാണ്. His two-part autobiography, The Big Sea and I Wander as I Wander, reflect the struggles of his race in America, where everything is based on the visibly invisible color line. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പാർട്ട് ഓട്ടോബയോഗ്രഫിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ദ ബിഗ് സീ, അതേപോലെ തന്നെ ഐ വണ്ടർ ആസ് ഐ വണ്ടർ എന്ന് പറയുന്ന ഈ 2 ഓട്ടോബയോഗ്രഫിയിലും അദ്ദേഹം ഇതിൽ 2ലും റിഫ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൽ 2ലും സബ്ജക്റ്റായിട്ട് വരുന്നത് ദ സ്ട്രഗിൾസ് ഓഫ് ഹിസ് റേസ് ഇൻ അമേരിക്ക. അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ വിഭാഗം, അദ്ദേഹത്തിൻ്റെ കറുത്ത വർഗ്ഗക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന സ്ട്രഗിൾസാണ് ഈ 2 ഓട്ടോബയോഗ്രഫിയിലും സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അവിടെ അമേരിക്കയിൽ എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ദ വിസിബിളി ഇൻവിസിബിൾ കളർ ലൈൻ. അതായത് അമേരിക്കയിലെ എല്ലാതും എന്തിൻ്റെ പേരിലായിരുന്നു, കളറിൻ്റെ പേരിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. എല്ലാതും കളർ ബേസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സോഷ്യൽ ഇഷ്യൂസൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു 2 ഓട്ടോബയോഗ്രഫിയിലും, ദ ബിഗ് സി എന്ന് പറയുന്നതിലും അതേപോലെ തന്നെ ഐ വണ്ടർ ആസ് ഐ വണ്ടർ എന്ന് പറയുന്ന ഈ 2 വർക്കിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് ദ നിഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ്, ഡ്രീം വേരിയേഷൻസ്, ഐ ടു, ഹാർലെം, ദ വെരി ബ്ലൂസ്, നോട്ട് വിത്തൗട്ട് ലോഫർ, ദ ബിഗ് സി, ഫൈൻ ക്ലോത്ത് ഫോർ ദ ജ്യൂസ്, മൊണ്ടേജ് ഓഫ് ഡ്രീം ഡെഫേർഡ്, സെലക്റ്റഡ് പോയിംസ് ഓഫ് ലാങ്സ്റ്റൺ ഹ്യൂസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് വർക്കുകൾ. ഇതിലേറ്റവും മേജറായിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മദർ ടു സൺ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ അതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ ആണ് ഇനി പറയാൻ പോകുന്ന സ്ലൈഡ്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. മദർ ടു സൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂസ് is a 20-line poem that is contained within one stanza of text. Hughes composed the text in free verse. This means that there is no pattern of rhyme or rhythm. അപ്പോൾ ഇവിടെ ഇത് ഒരു 20 ലൈൻ 20 വരികളുള്ള ഒരു കവിതയാണ്. ഇതൊരു 1 സ്റ്റാൻസ ഫോമിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഒരു ഫ്രീ വേഴ്സ് ഫോമിലാണ്. അതായത് ഒരു മദർ ടു സൺ, അമ്മ മകനോട് പറയാന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഈസ് ഇൻഫോർമൽ അല്ലേ, ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഫോർമൽ
കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാങ്സ്റ്റൺ യൂസ്ഡ് ഫ്രീ വേഴ്സ് സ്റ്റൈൽ, ഒരു ഫ്രീ വേഴ്സ് സ്റ്റൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ദിസ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ പാറ്റേൺ ഓഫ് റൈം. ഇവിടെ ഒരു റിതത്തിന് ഒരു പാറ്റേൺ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. ഒരു ഫ്രീ വേഴ്സ് സ്റ്റൈലിൽ ഒരൊറ്റ സ്റ്റാൻസയിൽ 20 ലൈൻസ് ആയിട്ടാണ് ഈ ഒരു കവിത അറേഞ്ച് ചെയ്തിട്ടുള്ളത്. Alternatively titled Crystal Stair was first published 1922 December issue of Crisis. Later it was included in the Very Blues. This poem is structured of a dramatic monologue. It uses the trope of advice. അപ്പോൾ ഇതിന് ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു 1922 ഡിസംബറിൽ ക്രൈസിസിൽ ഇത് പബ്ലിഷ് ചെയ്ത സമയത്ത് ആദ്യം കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന മദർ ടു സൺ എന്ന് പറയുന്ന കവിതൻ്റെ ഒരു ആദ്യമായിട്ട് അത് പബ്ലിഷ് ചെയ്ത സമയത്ത് അതിൻ്റെ ടൈറ്റിൽ ക്രിസ്റ്റൽ സ്റ്റെയർ ആണ്. ലേറ്റർ ഇറ്റ് വാസ് ഇൻക്ലൂഡ് ഇൻ ദ വെരി ബ്ലൂസ്. പിന്നീട് ഇത് വെരി ബ്ലൂസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പിന്നീട് അതിൻ്റെ ടൈറ്റിൽ മാറ്റിയിട്ടുണ്ട്, വെരി ബ്ലൂസിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് വെരി ബ്ലൂസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷനാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദിസ് പോയം ഈസ് സ്ട്രക്ചേർഡ് ഓഫ് എ ഡ്രമാറ്റിക് മോണോലോഗ്. ഇറ്റ് യൂസസ് ദ ട്രോപ്പ് ഓഫ് അഡ്വൈസ്. ഇവിടെ നമ്മൾ പറഞ്ഞു മദർ ഈസ് ടോക്കിംഗ് ടു ഹർ സൺ, അമ്മ മകനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡ്രമാറ്റിക് മോണോലോഗ് ടൈപ്പിലാണ് ഈ ഒരു പോയം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് മകൻ്റെ റിപ്ലൈ ഒന്നുമില്ല, അമ്മ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് യൂസസ് എ ഡ്രോപ്പ് ഓഫ് അഡ്വൈസ്. ഇവിടെ ഒരു അമ്മ മകന് നൽകുന്ന ഒരു ഉപദേശം പോലെ, ഒരു അഡ്വൈസ് പോലെയാണ് ഈ ഒരു പോയം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. The central metaphor of the poem is the stair. It depicts the difficulties and dangers one will face in life. ഇതിൽ സെൻട്രൽ മെറ്റഫറായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റെയർ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ, അതായത് കോണി കയറി പോവുക, പടവുകൾ കയറി പോവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നേരിടേണ്ട കുറേ ബുദ്ധിമുട്ടുകളും ഡേഞ്ചേഴ്സിനൊക്കെയാണ് ഈ ഒരു സ്റ്റെയറിലൂടെ ലാങ്സ്റ്റൺ ഹ്യൂസ് എന്താ പറയുക ഉദ്ദേശിച്ചിട്ടുള്ളത്. ഐഡിയ ഓഫ് ബ്ലാക്ക് വുമൺഹുഡ്, അതേപോലെ തന്നെ ഈ ഒരു കവിതയിൽ നമുക്ക് ബ്ലാക്ക് വുമൺഹുഡിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു കവിത പോകുന്നുണ്ട്. വൈറ്റ് പീപ്പിൾ സീസ് ബ്ലാക്ക് വുമൺ ആസ് എ ഡൊമിനിയറിങ് ഫിഗർ. ഇവിടെ അമേരിക്കയിൽ വെള്ളക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകളെ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന, അവരുടെ ഒരു അടിമകളാക്കുന്ന ഒരു സ്ലേവറി പോലുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഹ്യൂമൻ പാർട്ടായിട്ട് ഇത്തരം ബ്ലാക്ക് വുമണിനെ കാണുന്നുണ്ട്. ആ ഒരു ടെൻഡൻസിയിൽ നിന്ന്, ആ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ളൊരു മാറ്റമാണ് ഈ ഒരു കവിതയിലൂടെ ലാങ്സ്റ്റൺ ഹ്യൂസ് ഉദ്ദേശിക്കുന്നത്. പോയറ്റ് ടോക്സ് ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ബ്ലാക്ക് മദർ വിത്ത് വാംത്ത്, കെയർ, ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇവിടെ ഈ ഒരു കവിതയിലൂടെ പോയറ്റ് ഒരു ബ്ലാക്ക് മദറിൻ്റെ, ഒരു അമ്മയുടെ ഒരു സ്നേഹത്തെക്കുറിച്ചും അവരുടെ ഒരു കെയറിനെ കുറിച്ചും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചൊക്കെ വല്ലാതെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ദ പോയം കണ്ടെയ്ൻസ് എ മദേഴ്സ് വാർണിംഗ് ടു ഹെർ സൺ അബൌട്ട് ദ സ്റ്റെയർസ് വൺ ഈസ് ഫോഴ്സ്ഡ് ടു ക്ലൈംബ് ത്രൂ ഔട്ട് ലൈഫ്. അപ്പോൾ ഇവിടെ ഈ ഒരു കവിതയിൽ അമ്മ മകന് വാൺ ചെയ്യാണ്. അതായത് ജീവിതത്തിൽ നേരിടേണ്ട അല്ലെങ്കിൽ ജീവിതത്തിൽ കയറിപ്പോകേണ്ട പടവുകൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ. ഇവിടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈഫിൽ നേരിടേണ്ട ഡിഫിക്കൽട്ടീസും ഹാർഡ്ഷിപ്സും ഒക്കെയാണ് ഈ ഒരു സ്റ്റെയറിലൂടെ ഉദ്ദേശിക്കുന്നത്. The mother in the poem is that and much more, not just to her son mentioned in the poem but to the entire black race. അപ്പോൾ ഈ ഒരു കവിതയിലെ അമ്മ എന്ന് പറയുന്നത് ഇവിടെ ഒരു മകൻ്റെ അമ്മ എന്നുള്ളത് മാത്രമല്ല, she is a representative of all the or the entire black community. മുഴുവനായിട്ടുള്ള ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ബ്ലാക്ക് മദറിനെ അല്ലെങ്കിൽ നമ്മുടെ പോയത്തിലെ അമ്മയെ ചിത്രീകരിക്കുന്നത്. ദ സ്പീക്കർ ഇസ് എ വുമൺ ഹു ഈസ് അഡ്രസ്സിങ് ടു ഹെർ സൺ. നമ്മൾ പറഞ്ഞു ഇവിടെ സ്പീക്കർ അമ്മയാണ്. അമ്മ മകനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാണ്. ഷീ ഈസ് അറ്റംപ്റ്റിംഗ് ടു എക്സ്പ്ലെയിൻ ഹിം ത്രൂ ദ ഇമേജ് ഓഫ് ദ സ്റ്റെയർ കേസ് വാട്ട് ഹിസ് ലൈഫ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക്. അപ്പോൾ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ നേരിടേണ്ട കുറേ ഹാർഡ്ഷിപ്സിനെ കുറിച്ചാണ്. No matter how dark or dangerous the stair get, one must continue climbing as the mother is. അപ്പോൾ സ്റ്റെയറിൽ എങ്ങനെ ആവട്ടെ, ഡേഞ്ചർ ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളിലേക്കോ അപകടകരമായിട്ടുള്ള അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ എത്തിയാലും നോ മാറ്റർ അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ചൊന്നും മാറ്റർ ചെയ്യേണ്ടതില്ല. ജസ്റ്റ് കണ്ടിന്യൂ ടു ക്ലൈംബ്. എന്താണ് നീ കയറിപ്പോകുന്നത്, നിൻ്റെ ജീവിതത്തിൽ നീ
പടവുകൾ കയറിപ്പോകുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിപ്പോകുന്നത് നീ തുടരുക. ഞാൻ എന്നെപ്പോലെ, അതായത് അമ്മ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസൊക്കെ വന്നിട്ടും അമ്മ ഇപ്പോഴും ജീവിതത്തിനെ ഫേസ് ചെയ്യുന്നുണ്ട്, ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് അമ്മ മകന് കൊടുക്കുന്നത്. ഇതാണ് ഈ ഒരു കവിതൻ്റെ ഒരു ഷോർട്ട് ഐഡിയ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈൻ ബൈ ലൈൻ അനാലിസിസ് നടത്താം. ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ എബൌട്ട് ദ ഓതറും അതേപോലെ തന്നെ ഈ ഒരു പോയത്തിൻ്റെ ഒരു ജിസ്റ്റ് ഓഫ് ഐഡിയ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.